അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയും എന്താ പറയുക ഷോർട്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതായിരുന്നു. ലാസ്റ്റ് അതൊരു ലോങ് വീഡിയോ ആക്കേണ്ട ഗതിയായിട്ടോ, കാരണം എടുത്ത് വരുമ്പോൾ ഒരുപാട് ലെങ്ത് ഉണ്ട് വീഡിയോ. അപ്പം ഞങ്ങളിപ്പോൾ പോണത് നമ്മുടെ മിത്ര ചേച്ചിയുടെ അടുത്തേക്കാട്ടോ. അപ്പം മിത്ര ചേച്ചി അവിടെ ഓണം സെലിബ്രേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതേ ഉച്ച കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങിയത്. വിൻചാട്ടിന് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 3 മണിയൊക്കെ ആവാറായിട്ടുണ്ടാവും കേട്ടോ അങ്ങോട്ട് എത്തുമ്പോൾ. ഇത് എല്ലാവരും നമ്മളതിനെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഫുഡും കഴിച്ചിട്ടില്ല. ഞങ്ങൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് വിൻചാട്ട് എത്തിയിട്ടില്ല, വേഗം ഫുഡ് കഴിച്ചോ പറയുന്നുണ്ട്. പക്ഷെ ഇവരാരും ഫുഡ് കഴിച്ചില്ല കേട്ടോ. വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഇതേ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇതേ ഞങ്ങൾ വന്ന് ഇതേ ഇരുന്നു കേട്ടോ. ഇനി എന്താ വെച്ചാൽ പിന്നെ വർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ചേച്ചിക്ക് ഷോപ്പ് ഓപ്പൺ ആണ്. അപ്പോൾ കസ്റ്റമേഴ്സും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ട് നമുക്ക് ഓണം സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണത്. ഇതാണ് കേട്ടോ റസീനാത്തിയും ദക്ഷിതേച്ചി. ഇപ്പൊ വരുമ്പോഴും എനിക്കൊരു നേരം പോക്ക് എന്ന് പറയണത് ഇവരെല്ലാവരും ആണ് കേട്ടോ. അവരെല്ലാവരും കൂടി കഴിഞ്ഞാൽ പിന്നെ ഞാനും കൂടി കഴിഞ്ഞാൽ നല്ല രസമാട്ടോ. പിന്നെ ഇവിടെ ഒന്ന് പോവാൻ തോന്നിയില്ല എനിക്ക്. അങ്ങനെ ഇതേ ഞങ്ങള് വേഗം ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു കേട്ടോ. ഒന്ന് ചെന്നിരുന്ന് കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പൊ കസ്റ്റമർ പോയതിന് ശേഷമായിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കായിരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് എല്ലാവിധ സദ്യ വട്ടങ്ങളും ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ ഫുഡ് നമ്മുടെ ലാലൂസ് കിച്ചണിനാണ് കേട്ടോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ മിത്ര ചേച്ചിയുടെ മോനാണ് കേട്ടോ, രണ്ടാമത്തെ മോൻ. പിന്നെ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ കൂടി പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ആദ്യത്തെ ട്രിപ്പിൽ ഞങ്ങൾ കുറച്ച് പേരിരുന്നു. പിന്നെ വിൻചാട്ടനൊക്കെ ആട്ടോ അതേ വിളമ്പാൻ നിൽക്കണത്. അങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ, കുറച്ച് പേര് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചിയുടെ സ്റ്റാഫുകളും പിന്നെ ചേച്ചി വർക്കിന് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുന്ന പിള്ളേരും അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. എന്നാൽ ഒരുപാട് പേരില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ഒതുങ്ങിയിട്ടുള്ള ഒരു പരിപാടി തന്നെയാട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചു, നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളും അതേ രാവിലത്തെ ചായ കുടിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് ഉച്ചത്തെ ഫുഡ് ഇടുന്നാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ എല്ലാവരും വെച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ കഴുകി കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ട്രിപ്പായിട്ടാണ് കഴിക്കണത്. അതായത് ട്രിപ്പ് അടിച്ച് കഴിക്കാന്നൊക്കെ പറയില്ല, അങ്ങനെ മീൻസ് എന്താ പറയുക, ഫസ്റ്റ് ട്രിപ്പ് സെക്കൻഡ് ട്രിപ്പ് എന്ന് പറയില്ല, അങ്ങനെ കേട്ടോ. അപ്പോൾ സെക്കൻഡ് ട്രിപ്പിൽ ഇതേ അടുത്ത ടീമുകാരിരുന്നു. തേർഡ് ട്രിപ്പിലാട്ടോ നമ്മുടെ വിൻചാട്ടനും അനൂപേട്ടനും ഇവരൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ നേരം ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കായിരുന്നു. പിന്നെ ഇതാട്ടോ നമ്മുടെ മിത്ര ചേച്ചിയുടെ മോള്, ഇത് അനൂപേട്ടനും കേട്ടോ. അങ്ങനെ ഇതേ ലാസ്റ്റത്തെ ട്രിപ്പിൽ ഇത് ഇവരിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഷോപ്പിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ചേച്ചി എനിക്ക് ഹെയർ സെറ്റ് ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ട് അതേ ഹെയർ ഇങ്ങനെ സെറ്റ് ചെയ്ത് തരുന്നുണ്ടായിരുന്നുണ്ട്. അതായത് അയൺ ചെയ്ത് തരാട്ടോ ചെയ്യണത്. പിന്നെ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം ചേച്ചിയുടെ ഷോപ്പിൽ അതായത് ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ഗിവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ആളെ നമ്മൾ ഈ ഒരു ദിവസം തിരഞ്ഞെടുക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ബോക്സിൽ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് അവരുടെ പേരും നമ്പറും എഴുതിയിട്ടിട്ട് പോവുക. അപ്പോൾ ഈ നമ്മളിങ്ങനെ ആഘോഷിക്കണം അന്ന് 2 പേരെ തിരഞ്ഞെടുക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെ തിരഞ്ഞെടുക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ എല്ലാവരും കൈമാറി കുലുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ തേജപ്പനും മിത്രേച്ചിയുടെ മോനും കൂടിയിട്ടാട്ടോ 2 പേരെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നടന്നു കേട്ടോ. ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നായിരുന്നു നമ്മൾ ബാക്കി 2 പേരെ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെറ്റ് മുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഓണക്കോടി ഇട്ട് തരാൻ സെറ്റ് മുണ്ടല്ല, സെറ്റ് സാരി കേട്ടോ. അത് ഞാൻ മുന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെ അടുത്തും കൈമാറി പോയിട്ട് അതേ കുലുക്കിയിട്ടാണ് 2 പേരെ എടുക്കണത്. നമ്മൾ അപ്പം തന്നെ അവരെ വിളിച്ച് പറയും ചെയ്തു കേട്ടോ ആരൊക്കെയാന്ന്. സാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. സാരി കൂപ്പൺ എഴുതിയിട്ടില്ലേ? ആ അതെ. അപ്പൊ ഒരു കസ്റ്റമർ ചേച്ചിയുടെ എന്താ പറയാ ഡെയിലി കസ്റ്റമർ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ചേച്ചീനെ ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ കസ്റ്റമർ ഇതുപോലെ വരുന്ന ഒരാൾ തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ 2 പേരെയാണ് വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരായിരുന്നു കേട്ടോ ആ 2 പേര്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരെയും വിളിച്ച് പറഞ്ഞതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഉള്ളവരെ 2 പേരെ തിരഞ്ഞെടുക്കാനാട്ടോ. അത് പിന്നെ നമ്മൾ എന്താ പറയാ ഗൂഗിളിൽ കയറിയിട്ടാട്ടോ എടുക്കണത് ആപ്പ് വഴി. അങ്ങനെ 2 പേരെയാണ് നമ്മൾ ഇതൊന്നും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നത് രേഷ്മ ഷാജി ആൻഡ് ശ്വേത മണിയേരി, ഇവർ 2 പേരാട്ടോ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള വിന്നേഴ്സ്. ഈ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മാത്രമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇവരെ തിരഞ്ഞെടുത്തതിൻ്റെ, കാരണം അതിലത്തെ വീഡിയോ അല്ലേ. അതിനുശേഷം ഞങ്ങൾ ചെറിയ ഗെയിം സെക്ഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഞാൻ മൽനിരയിൽ പൊട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടിയായിട്ടത് വീർപ്പിക്കാം. കാരണം എൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങാനും പൊട്ടിയിട്ട് ഇനി തൊണ്ടയിലടയോ, ഇതെങ്ങാനും പൊട്ടി ഇനി മുഖത്ത് വന്നടിക്കോ, ഇങ്ങനെ പേടിച്ചിട്ടാണ് ഞാൻ വീർപ്പിക്കേണ്ടത്. അതാണ് ഇങ്ങനെ നീട്ടിപ്പിടിച്ചേക്കണത്. ആ നീട്ടിപ്പിടുത്തത്തിൽ ഞാൻ അവിടെ അള്ളിങ്ങനെ അമർത്തി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എയറൊന്നും പോണില്ല. ലാസ്റ്റ് ഇവർ പറയുന്നുണ്ട് നീ അവിടെ നിന്ന് ഇങ്ങനെ അമർത്തി പിടിച്ച എയർ എങ്ങനെ എൻ്റെ ഉള്ളിൽ പോവും, അവിടെ നിന്ന് കൈ എടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് തൊട്ടാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ പ്രഷർ ഫുള്ള് ഞാൻ അവിടെ അമർത്തി കൊടുക്കുകയാണ്. പിന്നെ അവിടെ വിട്ടപ്പോഴാണ് അതൊന്ന് വീർത്ത് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ചേച്ചി കേട്ടോ ജയിച്ചിട്ടുണ്ടായിരുന്നത്.
ഇതേ പിള്ളേരെ പിടിച്ച് നിർത്തിയിട്ടോ. നമ്മുടെ തേജപ്പിന് പേടിയായ കാരണം അവൻ നിന്നിട്ടില്ലേ. പിന്നെ നടുക്ക് നിൽക്കുന്നത് പിള്ളേരല്ല കേട്ടോ, കുട്ടിയല്ല അത്, അതായത് ടീച്ചറാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ തോന്നില്ല, ഇത് LKG UKG പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ചേച്ചിയുടെ കൂടെ വർക്കിനൊക്കെ പോണതാട്ടോ, സൺഡേസിലൊക്കെ കല്യാണ വർക്കിനൊക്കെ കൂടെ പോണ ചേച്ചിയാണ്. ചേച്ചിയല്ല കേട്ടോ, എൻ്റെ അനിയത്തിയായിട്ടാണ് വരിക. അപ്പൊ കുട്ടിയല്ല കേട്ടോ, അതായത് ഇപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ ചെറിയ കുട്ടിയുടെ പോലെ തോന്നും, പക്ഷെ ഇത് ചെറിയ കുട്ടിയൊന്നല്ലേ. ഞാൻ ഒരു തവണ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്, പിന്നെ ഇപ്പോഴാട്ടോ കൂടുതലായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോഴാണ് അറിയണത്, ഞാൻ വിചാരിച്ചത് ചെറിയ കുട്ടിയാണ് നട്ടാ. പിന്നെ പറയണത് ടീച്ചറാണ്, വർക്ക് ചെയ്യാണ് ഇവിടെ, ഇങ്ങനെ LKG UKG ആ സെക്ഷനാണ് എടുക്കണത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മിനിച്ചേട്ടനും ശരിക്കും അതിശയായിട്ടോ. കാരണം ചെറിയ കുട്ടിയുടെ പോലെയായിരുന്നു ആളുടെ സംസാരവും കാട്ടിക്കൂട്ടലും ഒക്കെ ചെറിയ കുട്ടികളുടെ പോലെ തന്നെയാട്ടോ. ജൂനാണെങ്കിൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞ് കമ്പനി ആയി കഴിഞ്ഞാൽ പിന്നെ അത് അവന്റെ ആളാട്ടോ. ആ ഒരു സ്വാതന്ത്ര്യം അവൻ അവരുടെ അടുത്ത് നന്നായിട്ട് എടുക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരോമലിനെ വിട്ടിട്ടുള്ള ഒരു കളിയില്ല കേട്ടോ. ആരോമൽ എന്ന് പറയണത് നമ്മുടെ മിത്രേച്ചിയുടെ മോനാട്ടോ. പിന്നെ അതേ ജയിച്ചവര് തമ്മിലായിട്ടോ നിപ്പ്. അതിനാണ് ഇപ്പൊ ആരോമൽ അവിടെ വീണത്. കാരണം അച്ഛന്റെ കൂടെയല്ലേ നിക്കണത് മത്സരിക്കാൻ. അതുകൊണ്ട് അവന് നല്ല പേടിയുണ്ട് കേട്ടോ. ഇപ്പൊ കണ്ട വീഡിയോ ക്ലിപ്പില് ആരോമലിന്റെ എക്സ്പ്രഷൻ കണ്ട് ചിരിക്കാത്തവരായിട്ട് ഉണ്ടാവില്ല കേട്ടോ. കാരണം ഞാനും മിൻചേട്ടനും എല്ലാവരോട് നിൽക്കുന്നവരൊക്കെ അവന്റെ കരച്ചിൽ കണ്ടിട്ട് ചിരിച്ചൊരു വിധായിട്ട് കേട്ടോ. കാരണം അനൂപേട്ടൻ പറയണം അവന്റെ അടുത്ത് ഇല്ല, അത് അവൻ ഞെക്കി പൊട്ടിച്ചതാന്ന് പറയാട്ടോ. അപ്പൊ അവൻ ഇല്ല, എന്റെ അമ്മ സത്യം, ഞാൻ ഞെക്കിയിട്ടില്ല പറഞ്ഞിട്ട് അമ്മാതിരി കരച്ചിൽ അങ്ങനെ കാട്ടിയിടുന്നു കേട്ടോ. എന്താ വെച്ചാ ജയിച്ചവർക്ക് ഷവർമ്മയും മന്തിയൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതെങ്ങാനും കയ്യിൽ നിന്ന് പൂവ് വെച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ വള്ളം ഞാൻ ജയിക്കില്ല, നാണം കിടില്ല. സെക്കൻഡിലേക്ക് മത്സരം കേട്ടോ. സെക്കൻഡിലേക്കുള്ള മത്സരമാണ്. സെക്കൻഡ് നീ തേട് നീ തേടിനുള്ള മത്സരമായിട്ട് കാണണേ. തേടിനെ തേട് ഫസ്റ്റ് സെക്കൻഡ് അടുത്ത സെക്ഷൻ ഉണ്ടായിരുന്ന സുന്ദരിക്ക് പൊട്ടിത്തൊടലാട്ടോ. അപ്പൊ ഞങ്ങൾ ആദ്യം വല്ല പിക്ചർ വരച്ചേക്കാൻ വിചാരിച്ചു. ആകെ മൊത്തം കൺഫ്യൂഷൻ ആയിട്ട് പിന്നെ ഞങ്ങൾ ഒരൊറ്റ തീരുമാനം എടുത്തു, വിൻചേട്ടനെ അങ്ങോട്ട് സുന്ദരിയാക്കാന്ന്. അങ്ങനെ വിൻചേട്ടനെ അതൊരു കസാരക്ക് ഇടിച്ചിട്ട് കൊണ്ടിരുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഇതേ ആരോമലാട്ടോ പൊട്ടുകുത്താൻ നോക്കണത്. ആരോമലിനെ എന്താ വെച്ചാൽ എല്ലാത്തിലും ജയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാട്ടോ അവന്. അതുകൊണ്ട് തന്നെ അവനെയും കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവൻ നന്നായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതേ ഇവിടെ കൊണ്ടിരുത്തി അവരാണെങ്കിൽ നടന്ന് അങ്ങോട്ട് പോകും. അപ്പം നമ്മൾ ചെറിയ രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലെഫ്റ്റിക്ക് പോ റൈറ്റിക്ക് പോ അവിടെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പൊട്ട് കുത്ത് വെച്ചാൽ അതൊരു ടാസ്ക് ആയിരിക്കും കേട്ടോ. കാരണം നമുക്കൊരാളുടെ ഫേസ് തൊട്ടാൽ അപ്പം മൂക്കുമ്പോൾ തൊട്ടാൽ അതെവിടെ നെറ്റിയാന്ന് അറിയാലോ. അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്ത് വെച്ചാൽ പൊട്ട് കുത്തണ്ട, ജസ്റ്റ് നേരെ പൊട്ട് തൊടുക. ആ തൊടർന്നോടത്ത് നമ്മൾ പൊട്ട് കുത്തിക്കുക. അങ്ങനെ ആയിട്ടാ വിചാരിച്ച് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. രണ്ട് കറക്കം കറക്കി നിർത്തി കഴിഞ്ഞാൽ തേജു വേറെ വഴിക്കായിട്ട് പോണത്. തേജു എന്നല്ല എല്ലാവരും അതേട്ടോ. അപ്പൊ നമ്മളൊന്ന് ചെറിയ രീതിക്ക് കുട്ടിയല്ലേ, അപ്പൊ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് കൊണ്ട് ഇൻഷാന്റെ ഫ്രണ്ടിലാക്കിയിട്ട് നിർത്തി കൊടുത്തുട്ടാ. എന്നാലും അവനും അതേട്ടാ അവനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു. തേജു ആദ്യമായിട്ടാട്ടാ ഈ ഒരു ഗെയിം ചെയ്യണത്. ബാക്കി ഒരു ഇതൊക്കെ അവൻ ചെയ്യാറുണ്ടേ. അത് മതി
മുട്ടടയ്ക്ക് നല്ല ഭംഗിയുള്ളൂ. നമ്മുടെ തേജുട്ടം വെച്ചത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നെറ്റിയുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പുരികത്തുമ്മ വെച്ചേക്കണത് ആരോമല കേട്ടാ. അടുത്തത് നമ്മുടെ മിത്ര ചേച്ചി കേട്ടാ. മിത്ര ചേച്ചിനെ ഇതേ തിരിച്ച് കറക്കിയിട്ട് നിർത്തിയേക്കാണ്. നേരെ നേരെ വാ, നേരെ നേരെ പോ, നേരെ പോ, നേരെ പോ. എന്താ ഒഴുകിയേ ഒഴുകിയേ എന്താ ചേച്ചിയെ ആളെ കണ്ടാലേ കുത്താ കിട്ടതേ. ആ കുത്തിക്കോ കുത്തിക്കോ കുത്തിക്കോ. തൊട്ടു അടുത്തത് ഞാനാട്ടോ കുത്താൻ പോണത്. പിന്നെ ഞങ്ങൾ ഈ ഗെയിം നടക്കണ നേരം എന്ന് പറയുന്നത് 6 മണി 5:30 6 മണിക്കായിട്ട് ഏകദേശം ഇരുട്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന്റെ ഇടയിലൊക്കെ കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മൾ ബ്രേക്ക് എടുത്തിട്ടായിട്ട് ഓരോ ഗെയിമും ചെയ്തിടണ്ടേ. പിന്നെ ദക്ഷിതയും അതുപോലെ തന്നെ റസീനാത്തി ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവരും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. റസീനാത്ത എന്നൊക്കെ പറഞ്ഞാണല്ലോ, അയ്യോ റസീനാത്ത വെറുതെ വന്ന് നിന്നാൽ തന്നെ ഞാൻ ചിരിച്ചു കൊടുക്കും. കാരണം ആള് ഭയങ്കര നേരം പോക്കാട്ട് ഇവിടെ ഉണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ അതുപോലെ ദക്ഷിതേച്ചി ആയിരുന്നു. പക്ഷെ ദക്ഷിതേച്ചി കുറച്ച് സൈലന്റ് ആണ്. പക്ഷെ റസീനാത്ത എന്ന് പറഞ്ഞാൽ വേറെ വൈബാട്ടെ. അപ്പൊ ആളുടെ കുറവ് നല്ല ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പറയുണ്ടായിരുന്നു ഈ ഒരു നേരത്തെ അവരും കൂടി വേണ്ടതായിരുന്നു, നല്ല രസമായി എടുത്തു എന്നൊക്കെ. അടുത്തത് അനൂപേട്ടന കേട്ടോ. അനൂപേട്ടനെ കുറിച്ച് പറയാച്ചാ, അയ്യോ ഈ പറഞ്ഞ പോലെ ഞാനും മിൻചേട്ടനൊക്കെ ആദ്യമായിട്ട് അനൂപേട്ടനെ കാണുമ്പോണ്ടല്ലോ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര ഗൗരവക്കാരനാണ്, കലിപ്പനാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അനൂപേട്ടനായിട്ട് കമ്പനി ആയപ്പോഴല്ലേ എൻ്റെ അമ്മോ ഞങ്ങൾക്ക് എക്കായാലും മിൻചേട്ടനായാലും അതെ കേട്ടോ. എന്താ പറയുക, നമുക്ക് എന്തോ ഓപ്പണായിട്ട് പറയാം, എന്തോ ഓപ്പണായിട്ട് ഇതാവാം, അങ്ങനത്തെ ഒരു മൈൻഡാണ്. ഞങ്ങൾ അതുവരെ എന്താ പറയുക ആ ഒരു എങ്ങനെ അയ്യോ ആള് ഭയങ്കര സീരിയസ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിട്ടേ പെട്ടെന്ന് ആള് കുട്ടികളുടെ പോലെയാണ് ശരിക്കും. അതായത് മൊത്തത്തിൽ കുട്ടികളുടെ പോലെ എന്നല്ല, സീരിയസ് ആവേണ്ടടുത്ത് സീരിയസ് ആയിട്ട് അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ, ആ ഒരു ഇതിൽ സെറ്റാണ് കേട്ടോ. ഞങ്ങൾ ആ മൂകാംബികയെ പോയില്ലേ, ആ ഒരു ടൈമിലാണ് കൂടുതൽ കമ്പനി ആയതും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനൊക്കെ പറ്റിയത് കേട്ടോ. എന്തായാലും ഇത്രയും ചെയ്യലാനും ബേട്ടനായാലും സെറ്റാണ് കേട്ടോ. കണ്ണടച്ചിരുന്നു ചേട്ടാ. ഫസ്റ്റ് തൊട്ട സ്ഥലത്ത് മാത്രം കേട്ടോ. കുറച്ച് രക്ഷിക്ക്. അങ്ങനെ ഓരോരുത്തരും കുത്തിയ പൊട്ടുകളാണ് കേട്ടോ വിൻഷേട്ടന്റെ മുകളിൽ. ഞാനാണ് കേട്ടോ കഴുത്തിൽ കുത്തി കൊടുത്ത്. പിന്നെ ഞങ്ങൾ വേഗം ഞാൻ ഡ്രസ്സ് മാറിയിട്ട് അവിടെ നിന്ന് ഞാൻ എക്സ്ട്രാ ഡ്രസ്സും കൂടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ധാവണി എടുക്കുമ്പോഴേക്കും ഞാൻ ആകെ മുഷിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കൂടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പാൻറ് ഞാൻ നമ്മുടെ മാക്സിൽ നിന്ന് വാങ്ങിയതാണ്. ടോപ്പ് മീഷോയല്ല ഫ്ലിപ്കാർട്ടാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ ഒരു പ്ലാൻ ഇട്ടു ഫിലിമിന് പോവാന്ന്. അങ്ങനെ തപ്പി പിടിച്ചിട്ട് സീറ്റ് എങ്ങനെയൊക്കെ കിട്ടിയിട്ടോ. നമ്മുടെ ഗരുഡയിലും കിട്ടിയില്ല, അലക്സിലും കിട്ടിയില്ല. പിന്നെ കിടക്കുന്ന സീറ്റ് നമ്മുടെ കൃഷ്ണയിലാട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടിയിട്ട് കൃഷ്ണയിൽ പോവാന്ന് വിചാരിച്ചു. നമ്മുടെ വിൻചാറ്റിന്റെ ബത്ലഹീം കുടുംബ യൂണിറ്റ് ആട്ടോ നമ്മൾ കാണാൻ പോണത്. ഞാനാണെങ്കിൽ ഫാനാണ് കേട്ടോ. അതായത് പ്രേമല്ല, അതിന് മുന്നേ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പടങ്ങളൊക്കെ. പിന്നെ പ്രേമം ഇറങ്ങിയപ്പോൾ അടിപൊളി. പിന്നെ ആക്ഷൻ ഹീറോ ബിജു എൻ്റെ ഫേവറേറ്റ് പടാട്ടോ ആക്ഷൻ ഹീറോ ബിജു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഒരു അഡിക്ഷൻ ആട്ടോ നിവിൻ പോളി. അങ്ങനെ എന്തായാലും കാണണം എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ദിവസം എനിക്ക് പോയില്ല, എന്നാലും രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം എന്തായാലും പോകണമെന്നുണ്ട്. പിന്നെ ടിക്കറ്റൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് ഹൗസ്ഫുള്ളാവുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തോ ഞങ്ങളുടെ ഒരു ലക്ക് എന്ന് തന്നെ പറയാം കേട്ടോ. ഞങ്ങൾക്ക് അവിടെ ഇവിടേക്കാണ് സീറ്റ് കിട്ടിയത്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. എന്നാലും നമുക്കങ്ങനെ കിട്ടി. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. കാരണം 8:45 പടം. നമ്മൾ ഷോപ്പിൽ നിന്ന് ഒരു 7:15 നമ്മൾക്ക് ഇറങ്ങിയിട്ടോ. എന്നിട്ട് അനൂപേട്ടനാട്ടോ ഈ ഒരു ഷോപ്പിലേക്ക് കൊടുക്കുന്നത്. ഇവിടുത്തെ നെയ്ച്ചോറും ചിക്കൻ വറുത്തും ഒക്കെ ഭയങ്കര ഫേമസ് ആത്ര, നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അത് എല്ലാവരും കൂടി വന്നിരുന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ സ്പെഷ്യൽ ഇവിടെ തന്നെ ഉള്ളൂ തോന്നുന്നു.
നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും പിന്നെ കച്ചമ്പർ അച്ചാർ കേട്ടോ. അപ്പം അതൊക്കെ കഴിക്കാനാണ്. പിന്നെ എന്തൊരു ചാറ് കറി ഉണ്ട് കേട്ടോ, ഒഴിച്ചു കറി ഉണ്ടായിരുന്നു. അത് എന്താ വെച്ചാൽ അറിയില്ല, ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. ഞാനിത് ഇങ്ങനെയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. വെറുതെ നെയ്ച്ചോറ് കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. പിന്നെ കറി ഇതാട്ടോക്ക് പെട്ടെന്ന് സാമ്പാർ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ല, പക്ഷെ ഇതിലേക്ക് ഉള്ളൊരു ഗ്രേവി കറി പോലെയാട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ചിക്കൻ ഭയങ്കര ചൂടാട്ടോ. അപ്പം നോക്കി ആരോമൽ ഇതേ തേജുട്ടനൊക്കെ ഇതേ പൊളിച്ചിട്ട് കൊടുക്കുക കേട്ടോ ചിക്കൻ. ആരോമലിൻ്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, നല്ല അടിപൊളി ക്യാരക്ടറാട്ടോ. ഒരു ചേട്ടൻ, കറക്റ്റ് ഒരു കുഞ്ഞിച്ചേട്ടനായിട്ട് തേജുവിനെ കൊണ്ട് ഇങ്ങനെ നടന്ന് നോക്കൂട്ടാ. തേജു ആണെങ്കിൽ അത് മുതലെടുക്കുന്നുണ്ടോ എന്നൊരു സംശയമില്ല, അതില്ല ഇടയ്ക്കൊക്കെ. അങ്ങനെ ഇത് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇനി ഫുഡ് കഴിച്ചു. ഇനി നമുക്ക് നേരെ പടത്തിന് കയറണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാറ്റിക്ക് ഡ്രസ്സ് വേറെ വാങ്ങണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഈ പാവാട ഇട്ടിട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മിത്രേച്ചയുടെ പാവാടയും ബ്ലൗസുമാണ് അത് ഇട്ടേക്കണത്. അങ്ങനെ പോകുമ്പോൾ ദേ നിൽക്കുന്നു നമ്മുടെ ചിത്തുട്ടേട്ടനും പാറും കൂടിയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ പട്ടാമ്പിയുള്ള എല്ലാ തുണിക്കടകളും ലീസിന് എടുത്തിട്ടുണ്ട് ഇവരെന്ന്. അപ്പം എന്തോ തുണി വാങ്ങാൻ വന്നേക്കാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ടാറ്റ് തരുന്നുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങളിതേ ഫിലിമിന് കയറാൻ നിൽക്കട്ടെ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ 1-2 സബ്സ്ക്രൈബേഴ്സൊക്കെ വന്ന് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ സന്തോഷത്തിലാട്ടോ അവിടെ നിൽക്കണത്. അവിടെ നേരെ പടത്തിന് കയറി. എൻ്റെ അമ്മോ, പടത്തിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളെല്ലാവരും ഓരോരുത്തരുടെ എന്താ പറയുക വീഡിയോസ് കാണണില്ലേ റിവ്യൂ പറയണത്. അടിപൊളി പടാട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടോളൂ. എന്താ പറയുക, മനസ്സിനൊക്കെ ഭയങ്കര ഒരു ആശ്വാസം, സന്തോഷം, ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് തന്നെ പറയാം കേട്ടോ. ഇങ്ങനെ ഇരുന്ന് കാണാൻ തോന്നും, കഴിയല്ലേ തോന്നും. ചിരിച്ചൊരു വിധാവട്ടോ ചിരിച്ചിട്ട്. അടിപൊളി പടാട്ടോ. അങ്ങനെ പടമൊക്കെ കണ്ട് ഞങ്ങളിതേ ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ഇവർ മിത്രേച്ചിയുടെ അവിടേക്കും പോവും, ഞങ്ങളിതേ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇവരെന്തിങ്ങനെ നിൽക്കണമെന്ന് വെച്ചാലേ മിത്രേച്ചിയുടെ ഈ ഒരു ഫ്രണ്ടില്ലേ ആള് കാലുമ്മേ സോക്സ് ഇട്ടിട്ട് ചെരുപ്പിട്ടേക്ക് അത് പറഞ്ഞ് കളിയൊക്കെ കേട്ടോ എല്ലാവരും. അത് അങ്ങനെ ഇട്ട് വന്നതായിരുന്നു. അതിൻ്റെ മുകളിൽ കൂടെ ചെരുപ്പ് ഇട്ടിട്ട് പെട്ടെന്നല്ലേ പ്ലാൻ ചെയ്ത് ഓടണത്. അപ്പോൾ അത് ഇങ്ങനെ വന്നതെന്നും പറഞ്ഞിട്ടാട്ടോ കളിയാക്കണത്. പിന്നെ അങ്ങനെ അതേ ഒരു വണ്ടി കയറി ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്കാട്ടോ പോണത്. ഞങ്ങൾ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഏകദേശം 12 മണിയൊക്കെ ആവാറായിട്ടുണ്ടല്ലോ. എന്നാലും ഇത് റോട്ടിൽ എന്തൊരു തിരക്കാണേ. അടുത്ത ഷോക്കുള്ളതെന്ന് അറിയോ, വണ്ടി ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ അങ്ങനെ കുറേ നേരം നിന്നിട്ടാട്ടോ വണ്ടിയൊക്കെ പുറത്തേക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇറങ്ങിയപ്പോൾ ദേ നിൽക്കണു വീണ്ടും ചിത്തുട്ടേട്ടനും പാറും. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു കുമ്പിടികളെ പറഞ്ഞ പോലെ. ഇവരിതേ 11:30 ഷോക്കാട്ടോ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങലും അവരിതേ തിരിച്ച് സിനിമയ്ക്കാട്ടോ കയറണത്. അപ്പോൾ വിൻചേട്ടൻ അങ്ങനെ പറയണ്ട അടിപൊളി പാടാന്നൊക്കെ ഇവിടുന്ന് തന്നെ പറഞ്ഞു കൊടുക്കേണ്ടിട്ട് ഇരുന്നിട്ട്. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, തീരെ വയ്യാടുന്നേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ബൈ.